സൗജന്യ യാത്ര എന്ന് പറഞ്ഞാലേ ഇതിൽ പറയുന്ന സമയത്ത് അവരിതിൻ്റെ കാര്യമൊന്നുമില്ല, ആളുകളുടെ ഇടയിൽ പ്രചരണം കിട്ടാൻ വേണ്ടി ഇതൊക്കെ പറയും. പക്ഷെ ഇന്നത് ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. അവർ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പത്രികയിലും ജനങ്ങളോട് പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വാക്ക് പാലിക്കുന്ന വേണ്ടി ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും യാത്ര, സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ആ സൗജന്യ യാത്ര പ്രദാനം ചെയ്യണ്ടേ? അതിനനുസരിച്ച് കൊണ്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അവരിപ്പോൾ ഒരു പ്രകടന പത്രിക പറഞ്ഞ കാര്യം നടപ്പാക്കിയെന്ന് അവർക്ക് അവകാശപ്പെടാം. പക്ഷേ അത് ഈ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഒരു 20% 30% ആൾക്ക് പോലും അതിൻ്റെ പ്രയോജനം ലഭ്യമല്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ആളെ പറഞ്ഞു പറ്റിക്കുന്നതും കബളിപ്പിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഗ്യാരണ്ടി നടപ്പാക്കി എന്ന് പറയാനുള്ള ഒരു ഉദ്ഘാടനം മാത്രമാണ് നടന്നിട്ടുള്ളത്. അതൊന്നും ഈ മഹിളാ രംഗത്ത് വനിതകൾക്ക് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലിപ്പോൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമതിപ്പോൾ ലിംഗപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് വേണ്ട, യാത്രക്കാരെ മറ്റേ പ്രശ്നം ഇപ്പോൾ വേറെയുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള സാങ്കേതിക പ്രശ്നമല്ല, അത് സ്ത്രീകളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ചെയ്ത ഒരു മാർഗ്ഗമാണ്. പക്ഷേ അത് സ്ത്രീകളെ കൊണ്ട് തന്നെ അതിൻ്റെ എതിരഭിപ്രായങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും വന്ന് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരുന്നു. കവിത ഗോൾഡൻ ഡയമണ്ട്സ്,